സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ച് അടുക്കളയിലെ ജൈവ മാലിന്യങ്ങൾ ചെടികൾക്ക് ആവശ്യമായ വളമാക്കി മാറ്റുന്ന ലളിതമായ രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് കുപ്പി കമ്പോസ്റ്റ്. വലിയ സ്ഥലപരിമിതി ഇല്ലാത്തവർക്കും ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കും ഇത് വളരെ അനുയോജ്യമാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു വലിയ പ്ലാസ്റ്റിക് കുപ്പിയാണ്. 2 ലിറ്ററിൻ്റെയോ 5 ലിറ്ററിൻ്റെയോ ഏതും നമുക്ക് എടുക്കാം. ഇതിൻ്റെ ഈ താഴ്ഭാഗം ഇതുപോലെ 3/4 ഭാഗത്തോളം മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുഭാഗത്തും ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാറ്റ് കടക്കാനും ഈർപ്പം പുറന്തള്ളാനും കുപ്പിയുടെ ഇരുവശങ്ങളിൽ ചെറിയ ദ്വാരങ്ങൾ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ കുപ്പി ഈ ഗ്രോ ബാഗിലാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ചെറിയൊരു കുഴി എടുത്ത് അതിലോട്ട് ഇങ്ങനെ ഇത് ഇറക്കി വെക്കുക. കുപ്പി ചെരിഞ്ഞ് വീഴാതിരിക്കാനൊക്കെയാണ് ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതായത് പച്ചക്കറിയുടെ വേസ്റ്റ്, ഉള്ളിത്തൊലി, മുട്ടയുടെ തോട്, ചായമട്ട്, പഴത്തിൻ്റെ തൊലി, ഉരുളക്കിഴങ്ങിൻ്റെ തൊലി, എല്ലാ ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറിയുടെയും വേസ്റ്റ് നമുക്ക് എടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഒത്തിരി നല്ലതാണ്, പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കുപ്പിയുടെ അടിഭാഗത്തായിട്ട് കുറച്ച് കരിയിലകൾ ഇട്ട് കൊടുക്കാം. ഉണങ്ങിയ ഇലകളുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് വേണം നമുക്ക് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ നമുക്കൊരു കമ്പ് എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അന്നാന്ന് വരുന്ന ഇതുപോലുള്ള പച്ചക്കറിയുടെ വേസ്റ്റ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വേസ്റ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്ക് മണ്ണോ ചകിരിച്ചോറോ ഇട്ട് കൊടുത്ത് അത് മൂടി വെക്കാം. അങ്ങനെ അന്നാന്ന് വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു 60 ദിവസം കൊണ്ട് നല്ലൊരു കമ്പോസ്റ്റായി തന്നെ ഇത് മാറിക്കിട്ടും. അപ്പോൾ ഇതാ ഒരു കമ്പ് വെച്ച് നല്ലപോലെ താഴ്ത്തി കൊടുക്കുക. 2 ദിവസം കഴിഞ്ഞാൽ ഇത് താഴ്ന്നു പോകും. അപ്പോൾ നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനെ മണ്ണോ ചകിരിച്ചോറോ ഇട്ട് കൊടുത്താൽ വേസ്റ്റിൻ്റെ ദുർഗന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് നമുക്ക് നനച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കരുത്. ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. അതിൽ നിന്ന് വരുന്ന സ്ലറി നമ്മുടെ ചെടികൾക്ക് തന്നെ നല്ലൊരു വളമായി മാറുകയും ചെടി നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ മുകളിൽ ഒരു കനം വെച്ച് മൂടി കൊടുക്കണം. അല്ലെങ്കിൽ പക്ഷികളൊക്കെ വന്ന് അതിന് വേസ്റ്റൊക്കെ കൊത്തി വലിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മൂടി അതിൻ്റെ മുകളിൽ ഒരു കല്ലൊക്കെ വെച്ച് കൊടുത്താൽ അത് അവിടെ നിന്നോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിവിടെ എല്ലാ പച്ചക്കറിയുടെ ചെടിയുടെ ചുവട്ടിലും ഇതുപോലുള്ള ബോട്ടിലുകളൊക്കെ കിട്ടിയാൽ ഇതുപോലെ വെച്ച് കൊടുക്കും. എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി കമ്പോസ്റ്റ് നമുക്ക് നമ്മുടെ ചെടികൾക്ക് തന്നെ ഇട്ട് കൊടുക്കാനുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെ കണ്ടു, ഇതൊക്കെ ഒരു വിധമൊക്കെ ആയ കമ്പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അല്ല പൊടി പോലെ ആയിട്ടുണ്ട്. ഒട്ടും ദുർഗന്ധമില്ല, പുഴുക്കളുടെ ശല്യം ഒന്നും തന്നെ ഇല്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ വിളവും കിട്ടുന്നുണ്ട്. ഞാനിവിടെ കുറ്റിക്കുരുമുളകിൻ്റെ ചോട്ടിലും വഴുതനയുടെയും മുളകിൻ്റെയും ചോട്ടിലൊക്കെ ഇതുപോലെ ഓരോ ബോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കാം നമുക്ക്. ഇത് നല്ല രീതിയിൽ തന്നെ കമ്പോസ്റ്റ് ആയതാണ് കേട്ടോ. ഇത് 2 മാസമൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് ചെരിഞ്ഞിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഏകദേശം 60 ദിവസത്തിനുള്ളിൽ മാലിന്യങ്ങൾ പൂർണ്ണമായും അഴുകി കറുത്ത നിറത്തിലുള്ള കമ്പോസ്റ്റായി മാറിക്കിട്ടും. ഇത് മുട്ടയുടെ തോട് മാത്രമേ ഉള്ളൂ കേട്ടോ പൊടിയാതെ കിടക്കുന്നത്. ബാക്കിയൊക്കെ നല്ല രീതിയിൽ തന്നെ മണ്ണായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റ് ഒന്നും വെറുതെ പറമ്പിലോട്ടൊന്നും വലിച്ചെറിയേണ്ട. ഇതുപോലുള്ള ബോട്ടിലുകളൊക്കെ കിട്ടിയാൽ ഇതിലൊക്കെ വെച്ച് നമ്മൾ ചെടിച്ചട്ടിയിലോ അതുപോലെ ഗ്രോ ബാഗിലോ ഒക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ വളം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വലിയ വില കൊടുത്തൊന്നും നമ്മൾ പുറത്തുനിന്ന് വളമൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പച്ചമുളക് ചെടികൾക്കൊക്കെ ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ. ഈ പച്ചക്കറി വേസ്റ്റ് കമ്പോസ്റ്റ് നല്ല വിളവാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് മുളക് ചെടിയിൽ നിന്നൊക്കെ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമ്പോസ്റ്റ് മിശ്രിതം എപ്പോഴും നേരിയ ഈർപ്പമുള്ളതായിരിക്കണം. എന്നാൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അതുപോലെ ഇതിൽ ഇടാൻ പാടില്ലാത്തത് പ്ലാസ്റ്റിക്, മാംസം, പാലുൽപ്പന്നങ്ങൾ, അച്ചാറ് തുടങ്ങിയവ നമ്മൾ കമ്പോസ്റ്റ് കുപ്പിയിൽ ഇടരുത്. അതുപോലെ ആഴ്ചയിൽ നമ്മൾ ഒരിക്കൽ ഈ മിശ്രിതം ഒന്ന് ഇളക്കി കൊടുക്കുന്നത് വായുസഞ്ചാരം വർദ്ധിപ്പിക്കാനും വേഗത്തിൽ വളമാകാനും സഹായിക്കും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അടിപൊളി വളം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.